നമുക്കിവിടെ റൗണ്ടിൽ സെറ്റ് ചെയ്തിരിക്കാം. ഈ സെറ്റ് ചെയ്തിരിക്കാം. കുറച്ച് പുറകിലോട്ടാ, എല്ലാവരും കൂടെ പുറകിലോട്ടാ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥന്റെ വസതി സന്ദർശിക്കുകയാണ്. അദ്ദേഹം സിദ്ധാർത്ഥന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, തിരുവനന്തപുരത്ത് നിന്നുള്ള CPIയുടെ മന്ത്രി GR അനിൽ തുടങ്ങിയവർ സന്ദർശിച്ചിരുന്നു. ഇന്നലെ SFIയുടെ പ്രതിനിധി സംഘവും സിദ്ധാർത്ഥന്റെ വസതി സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നിരന്തര പീഡനത്തിനിരയായ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് പിന്നീട് വലിയ രാഷ്ട്രീയ കൊള്ളിളക്കത്തിന് ഇടയാക്കിയിരിക്കുന്നത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന ആക്ഷേപമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഇതിൽ SFI വിദ്യാർത്ഥികളുടെ പങ്ക് ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അക്കാര്യത്തെ പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു. അഞ്ജു J പ്രകാശ് നമ്മോടൊപ്പം ഉണ്ട്. അഞ്ജു, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പ്രതിനിധികളായിട്ട് KC വേണുഗോപാൽ, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇന്നലെ ചെന്നിത്തല, ഒപ്പം തന്നെ SFI പ്രതിനിധികൾ, ഇങ്ങനെ പലരുമായിട്ട് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഗവർണർ എത്തിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും എത്തുന്ന എല്ലാവരോടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മകന്റെ നീതി ഉറപ്പാക്കണമെന്ന ഒറ്റൊരാവശ്യമാണ് മാതാപിതാക്കളും ബന്ധുക്കളും ഉന്നയിക്കുന്നത്. കൂടെയുണ്ടായ കൂട്ടുപ്രതികളെയും ഉടൻ കണ്ടെത്തണം, അന്വേഷണം ആ രീതിയിൽ കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇനിയും അതിൽ വൈകൽ ഉണ്ടായാൽ ഒരുപക്ഷെ സമരത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. ആ സമരത്തിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വക്താക്കൾ, ഇവിടെ എത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഇനി ഈ അന്വേഷണത്തിൽ ഇപ്പോൾ അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് പലരും കീഴടങ്ങുന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ പോലീസിന്റെ അന്വേഷണ സംഘം അത് വിപുലമായിട്ട് കേസന്വേഷണം നടത്തണം. ഇത് ആത്മഹത്യയല്ല, ആൾക്കൂട്ട കൊലപാതകമാണെന്നും റാഗിംഗ് അല്ലെന്നും, ഒപ്പം തന്നെ പരസ്യ വിചാരണ ചെയ്ത് അടിച്ചു കൊലപ്പെടുത്തിയതാണെന്നുമുള്ള ആരോപണം അത് വലിയ ഗൗരവത്തോടെ, കുടുംബം ആരോപിക്കുന്ന ഈ ആരോപണം അത് വലിയ ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് നേരത്തെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. അതുതന്നെയാണ് ജനപ്രതിനിധികളും ഇവിടെ എത്തുന്ന ആളുകളും ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും മറുപടി പറയുക എന്നതാണ് കാത്തിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുടെ വിശദീകരണം അത് കൃത്യമായി തേടിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവർണറോട് ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ ക്യാമ്പസിൽ നടന്നിട്ടുള്ള കാര്യം അത് ഒരിടത്തും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അടക്കമുണ്ടാകുമെന്നാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും.